ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ലൊരു കിടിലൻ ടേസ്റ്റായി മാറുന്ന മീൻ കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടു നോക്കിയാലോ. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പുളിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും ഒരു 10-12 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് വലിയ 2 തക്കാളിയും ഒരു 4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ കറിക്കൊക്കെ നല്ല ചുവന്ന തക്കാളി ആകുമ്പോഴാട്ടോ നല്ല ടേസ്റ്റും കളറും ഒക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി ആവണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. കരിയാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ മൂടി ഒന്ന് തുറന്നിട്ട് നമുക്ക് നോക്കാം ഇത് വാടി വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീരെ വെന്തിട്ടില്ല തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം. പിന്നെ നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഇനി ഈ ഒരു കറിയിലേക്കുള്ള മസാലകൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴാട്ടോ കറിക്ക് നല്ലൊരു ടേസ്റ്റും കളറും ഒക്കെ കിട്ടുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. കറിക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ. എരിവ് കുറവാവും ചെയ്യും, കളറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് ഈ മസാലേൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം മാത്രം മൂടി കൊടുത്താൽ മതി. ഇനി മൂടി ഒന്ന് തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പുളി ഉണ്ടല്ലോ, അത് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കൂടെ പച്ചവെള്ളം കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് തിളക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. മത്തിയൊക്കെ ആകുമ്പോൾ ഒരു 3-4 മിനിറ്റ് മതി കേട്ടോ വെന്ത് കിട്ടാൻ. അപ്പോഴേക്കും ഈ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ കറിയൊക്കെ നല്ലോണം കുറുകിയിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ടാണ് ഞാൻ ഇതിലേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് തിളക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് ഓഫാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണിത്. വറുത്തിട്ടല്ല കേട്ടോ, ആ പച്ചക്ക് തന്നെ അങ്ങനെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ലോണം ഫൈനായിട്ട് പൊടിയണമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ജീരകം പൊടിച്ചത് നമ്മൾ മീൻ കറികളിൽ എല്ലാ കറികളിലും ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ നമ്മൾ മുളകും മഞ്ഞളൊക്കെ ചേർത്തത് കുറച്ച് അധികമാണെങ്കിൽ തന്നെ അതിനൊരു ബാലൻസ് ചെയ്ത് നിൽക്കാനൊക്കെ ആയിട്ട് ഈ ഒരു പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.